ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ദ ടൊമാറ്റോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബെറിയാപ്പാണ്. അപ്പോൾ നമുക്ക് ബെറിയാപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബെറിയാപ്പിന് വേണ്ടി നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഓട്സ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾ തയ്യാറാക്കുന്ന അളവിനനുസരിച്ചുള്ള ഓട്സ് എടുത്താൽ മതി. ചെറിയൊരു കളർ ചേഞ്ച് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മുടെ ഓട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, അതുപോലെ കിസ്മിസ് 2 തരം എടുത്തിട്ടുണ്ട്, പിന്നെ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തത് ബ്ലാക്ക്ബെറി ആണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഓട്സ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിതിവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഷീറ്റാണ് എടുക്കുന്നത്. ഈ ഷീറ്റ് നമുക്ക് കടകളിൽ ചോദിച്ചാൽ കിട്ടും, ഇല്ലെങ്കിൽ നമുക്കിത് ഗ്ലാസ്സിൽ തയ്യാറാക്കിയാലും മതി. ഇത് നമ്മളിതുപോലെ സൈഡൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് സൈഡൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സെല്ലോ ടേപ്പ് വെച്ച് സൈഡ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഹൈറ്റിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി വേണ്ടത് ബെറിയാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ബ്ലാക്ക്ബെറി ആണ്. ഇത് നമുക്കിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ബ്ലാക്ക്ബെറി ഒക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഇതിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് നമുക്കിതിനായിട്ട് എടുക്കേണ്ടത്. പുളിയില്ലാത്ത തൈര് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് 2 ബൗളിലേക്കായിട്ട് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബെറി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക്ബെറി എടുക്കുന്നുണ്ട്, അതുപോലെ സ്ട്രോബെറി ആണ് എടുക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ഈ ഒരു തൈരിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ സ്ട്രോബെറീൻ്റെ ക്രഷാണ് എടുക്കുന്നത്. ഇതുപോലെ സ്ട്രോബെറിയുടെ ക്രഷ് വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി വാങ്ങിയിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി. ഇത് നമുക്ക് തൈരിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. സ്ട്രോബെറിയുടെ നല്ലൊരു പുളിപ്പോ അതുപോലെ മിൽക്ക് മെയ്ഡിൻ്റെ നല്ലൊരു മധുരം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ബൗളിലേക്ക് നേരത്തെ നന്നായിട്ട് തന്നെ അരച്ച് വെച്ച ബ്ലാക്ക്ബെറി ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് കുഴപ്പമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ബെറിയാപ്പ് ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് കുറച്ച് കട്ടിയായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടിയായിട്ട് തന്നെ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈരൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് പോയി പോകും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്കോസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോക്കോസ് ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ നെക്സ്റ്റ് ലെയറായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഈ നെക്സ്റ്റ് ലെയറിലും ബ്ലാക്ക്ബെറിയും തൈരും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓട്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ലെയർ നമുക്ക് അധികം കട്ടിയിലൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ലെയറിൽ നമ്മൾ സ്ട്രോബെറീൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കട്ടിയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ചോക്കോസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബ്ലാക്ക്ബെറീൻ്റെ മിക്സ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലെയർ നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഷീറ്റ് കട്ട് ചെയ്തപ്പോൾ ഇതിന് കുറച്ച് നീളം കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ ഒരു ലെയർ കൂടെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ഓട്സ് ഒഴിവാക്കിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ശേഷം നമുക്ക് സ്ട്രോബെറീൻ്റെ മിക്സ് കൂടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇതുപോലെ കട്ടിയായിട്ടല്ല വേണ്ടത്, നമുക്ക് കുറച്ചൊന്ന് ലൂസായിട്ടാണ് വേണ്ടത്.
ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ലാസ്റ്റ് ലെയറായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഐസ്ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കാം. ബ്ലാക്ക്ബെറിയും സ്ട്രോബെറി അതുപോലെ പുളിയില്ലാത്ത തൈര് പിന്നെ നമ്മുടെ വാനില ഐസ്ക്രീം എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബെറി ആപ്പിനുള്ളത്. ചെറിയൊരു ഡെക്കറേഷൻ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം സ്ട്രോബെറീൻ്റെ ക്രഷ് കുറച്ച് നടുകെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബെറി ആപ്പ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് പുള്ളി ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബെറി ആപ്പ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്